കേരളത്തിലെ പോലീസും അതുപോലെ എക്സൈസും അതുപോലുള്ള സുരക്ഷാ ഏജൻസികളും ക്രമസമാധാന പാലകരും ഒക്കെ തന്നെ വലിയ ശ്രദ്ധയാണ് ഈ കഞ്ചാവും ലഹരിമരുന്നും അതുപോലെ MDMA ഒക്കെ ഒഴുകുന്ന കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. പല സ്ഥലങ്ങളിലേക്കും ഹോസ്റ്റലുകളിലും കുസാറ്റ് പോലെയുള്ള കലാശാല ഓഫീസുകൾ ഹോസ്റ്റലുകളുടെ പരിസരങ്ങളിലും ഒക്കെ തന്നെ റെയ്ഡ് നടത്തി അവർ ലഹരിമരുന്നുകൾ കണ്ടെത്തുകയാണ്. കൊച്ചിയിൽ ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും ഇത്തരം സാധ്യതകളുള്ള ഒരു നഗരം. കൊച്ചി കണ്ടാൽ നമുക്ക് വളരെ ശാന്തമായി തോന്നും. കൊച്ചിയുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ. കൊച്ചി വല്ലാതെ വളർന്ന നഗരമാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുമല്ലോ. വളരെ വല്ലാതെ വളർന്നു കൊച്ചി. പക്ഷേ അതിൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകളിൽ ഇതുപോലുള്ള ചില വൃത്തികെട്ട ശക്തികൾ മാരകമായി വിഷം പുരട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കടക്കൽ കത്തിവെക്കാനാണ് എക്സൈസും പോലീസ് ശ്രമിക്കുന്നത്. ലഹരിവേട്ട തുടരുമെന്നാണ് പോലീസ് പറയുന്നത്. കുസാറ്റ് പരിസരത്തെ ഹോസ്റ്റലുകളിലൊക്കെ തന്നെ, അതായത് കുസാറ്റിൻ്റെ പുറത്തുള്ള പ്രൈവറ്റ് ഹോസ്റ്റലുകളിലൊക്കെ തന്നെ പരിശോധന നടത്തും. പരിശോധനയിൽ ലഹരി വസ്തുക്കൾ ഇന്നലെ പിടികൂടിയിരുന്നു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഈ കാരിയർമാർ എത്തുന്നു. പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിൽ, ഈ കോളേജിൻ്റെയൊക്കെ വരാന്തയിൽ, യൂണിവേഴ്സിറ്റികളുടെ വരാന്തകളിലൊക്കെ തന്നെ എത്തിയിട്ട് കുട്ടികൾക്ക് ചില മിഠായിയിൽ ലഹരി മിക്സ് ചെയ്ത് കൊടുത്ത് വളരെ സ്നേഹത്തോടെ അഭിനയിച്ച് കൊടുക്കും. അത് കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ അഡിക്റ്റ് ആവും. അവരെ എന്നിട്ട് വേറെ എന്തിനെങ്കിലുമൊക്കെ വിധേയമാക്കും. പെൺകുട്ടികളാണ് അങ്ങനെയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അവരെ കാരിയറാക്കി മാറ്റുന്ന ഏറ്റവും അപകടകരമായ രീതിയിലുള്ള പോക്കാണ്. നമ്മളിതിനകത്ത് ഇതേതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല. സർക്കാർ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തുമില്ല. നമ്മൾ ജനങ്ങൾ സർക്കാരിനൊപ്പം നിരക്കണം. സർക്കാർ മുന്നിൽ കാണും, അതിൻ്റെ പിന്നിൽ ജനങ്ങളുണ്ടാകണം, പൊതുപ്രവർത്തകരുണ്ടാകണം, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ടാകണം, യുവജനങ്ങളുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സാമൂഹ്യ വിരുദ്ധന്മാരാരാണെന്ന് കണ്ടുപിടിച്ച് ഇത് ചെയ്യാൻ പറ്റൂ. എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് കേൾക്കാം. ഈ പരിശോധന പ്രമാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ലഹരി കണ്ടെത്തിയതിനെ തുടർന്നുള്ള ഒരു റെയ്ഡല്ല. ഇത് സാധാരണ നമ്മൾ വീക്കെൻഡിൽ നടത്തുന്ന ഒരു കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. നാർക്കോട്ടിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹോസ്റ്റലിന്റെ ഒരു പരിസരത്ത് നിന്ന്, ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിന്റെ ഒരു പരിസരത്ത് നിന്ന് നമുക്കൊരു സ്മോൾ ക്വാണ്ടിറ്റി കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. ഒരാളാണ് ആ കാര്യത്തിൽ ഒരാളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, ശരിക്കും ഈ പരിശോധനകളൊക്കെ കാര്യമായി നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഗവൺമെന്റ് അതിനകത്ത് വളരെ ശ്രദ്ധ ചെലുത്തുന്നു. ഇപ്പം ഗവൺമെന്റിന് ഒരു താങ്ക്സ് ഉണ്ട് തീർച്ചയായിട്ടും. പറയൂ അശ്വിൻ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. എന്തായാലും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധന അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലും ഒരു അപ്രതീക്ഷിത പരിശോധനയാണ് കുസാറ്റ് ക്യാമ്പസിന്റെ പരിസരത്ത് നടന്നത്. അത് കുസാറ്റിന് പുറത്ത്, കുസാറ്റിലെ വിദ്യാർത്ഥികൾ തന്നെ താമസിക്കുന്ന അവരുടെ മറ്റ് ഹോസ്റ്റലുണ്ട്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ഹോസ്റ്റലുകളും PGകളും ഒരുപാടുള്ള പ്രദേശമാണ് കുസാറ്റിന്റെ പരിസരമൊക്കെ. അവിടങ്ങളിലാണ് ഇന്നലെ പരിശോധന നടന്നത്. ഒരാളെ കഞ്ചാവുമായി ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ അളവിലുള്ള കഞ്ചാവാണെങ്കിൽ പോലും ഈ ഹോസ്റ്റലുകളിലേക്ക് ഇത് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അയാളെ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഉള്ളത്. മറ്റ് വിവരങ്ങൾ എവിടെ നിന്നാണ് ഇത് എത്തുന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മിന്നൽ റെയ്ഡുകൾ ഈ ഹോസ്റ്റലുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചുണ്ടാകും എന്നുള്ളത് കൂടി എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കളമശ്ശേരി പോളിടെക്നിക് കോളേജ് എടുത്താലും ഇന്നലെ പരിശോധന നടന്ന കുസാറ്റ് ക്യാമ്പസ് എടുത്താലും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. അത് തുറന്നു കിടക്കുന്ന ക്യാമ്പസാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും അകത്തേക്ക് കയറാൻ കഴിയുന്ന ഒരു ക്യാമ്പസാണ് ഈ രണ്ട് ക്യാമ്പസുകളും. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ ലഹരി കാരിയർമാരൊക്കെ വളരെ സുഗമമായി എത്തുന്നുമുണ്ട്. അതിന് തടയിടുക എന്നുള്ളതാണ് പോലീസിനെയും എക്സൈസിനെയും ഒക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നിരന്തര പരിശോധന ഇവിടങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും ഈ കോമ്പിംഗ് തുടരും എന്നുള്ളതാണ് പോലീസും എക്സൈസും വ്യക്തമാക്കുന്നത്.